ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 9ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മക്കളെ വളരെ ഈസിയാണ്. നമ്മൾക്കപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1, 2, 3 ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസിയായി തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എന്താണ്? ഒരു മാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലെ ക്രിക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു T20 മാച്ച് നടക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ 5 ഓവർ കഴിഞ്ഞപ്പോൾ 51 റൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ആദ്യത്തെ 5 ഓവർ കഴിഞ്ഞപ്പോൾ 51 റൺസ് എടുത്തു. ഇതാണ് നമ്മളുടെ കഥ തന്നിരിക്കുന്നത്. ഇനി ഈ കഥയിലെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. വാട്ട് ഈസ് ദി മീൻ റൺ? മാധ്യം കണ്ടുപിടിക്കാം, മീൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്താണ് ഈ മീൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ, നമ്പർ. ഓക്കെ, സം ഡിവൈഡഡ് ബൈ എൻ, തുക ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ മീൻ അഥവാ മാധ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീൻ ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് മീൻ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്? ടോട്ടൽ റൺസ്. ഓക്കെ, 5 ഓവറിൽ ആകെ എടുത്തിരിക്കുന്ന റൺ എത്രയാണ്? 51. അപ്പോൾ ദാ ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓവർ. 5 ഓവർ എന്നാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ഓവർ. ഓക്കെ ആണല്ലോ? ടോട്ടൽ അല്ല, നമുക്ക് തന്നിരിക്കുന്ന ഓവർ. ഓക്കെ, ടോട്ടൽ ഓവർ എന്ന് പറയുമ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ റൺ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ റൺ എത്ര റൺസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്? 51 റൺസ് ഡിവൈഡഡ് ബൈ, ഇവിടെ 51 റൺസ് എത്ര ഓവറിലാണ് എടുത്തിരിക്കുന്നത്? 5 ഓവർ. അപ്പോൾ 51 ഡിവൈഡഡ് ബൈ 5. ഇതാണ് മീൻ എന്ന് പറയുന്നത്. നമുക്ക് ഉത്തരം വരുന്നത് 10.2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സിമ്പിളായി തന്നെ മീൻ നമുക്ക് കണ്ടുപിടിച്ചു, മാധ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ മീൻ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. സബ് ക്വസ്റ്റ്യൻ 2 നമുക്ക് നോക്കിയേക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, ഓക്കെ, ഈ ഒരു റൺ റേറ്റ് ഇതുപോലെ ഇങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളോട് അവസാനമാകുമ്പോൾ എത്ര റൺസ് എടുക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ആവറേജ് റൺ എന്ന് പറയുന്നത്, ഓരോ ഓവർ കഴിയുമ്പോഴും ആവറേജ് റൺ എന്ന് പറയുന്നത് 10.2 ആണെങ്കിൽ, ഇവിടെ ടോട്ടൽ ഈ കളി കഴിയുമ്പോൾ, ടോട്ടൽ ഓവർ കഴിയുമ്പോൾ എത്രത്തോളം റണ്ണ് നമ്മൾ എടുക്കാൻ സാധ്യത, എത്രത്തോളം റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം അല്ലേ, T20 എന്ന് പറയുമ്പോൾ എത്ര ഓവറിൻ്റെയാണ് കളി വരുന്നത്? 20 ഓവേഴ്സ് അല്ലേ? അപ്പോൾ 20 ഓവറാണ് ടോട്ടൽ ഉള്ളത്. 5 ഓവർ കഴിഞ്ഞപ്പോഴേക്കും 51 റൺ എടുത്തു. അങ്ങനെയാണെങ്കിൽ 20 ഓവർ കഴിയുമ്പോഴേക്കും എത്രത്തോളം റൺസ് എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ടോട്ടൽ റൺസ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റൺ എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ഓവർ, അതായത് 20 ഇൻറ്റു ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റൺ റേറ്റ് എത്രയാണ്? 10.2. ഓക്കെ, വളരെ സിമ്പിളായി തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിയാൻ പോകുന്നു. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതെന്ത് ചെയ്യുക, ഒന്ന് കോമൻ്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക. കൂടാതെ എന്തായാലും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ല ക്രിക്കറ്റിൻ്റെ അല്ലെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയല്ലേ. നിങ്ങളുടെ ഇഷ്ടമുള്ള ക്രിക്കറ്റ് പ്ലെയർ ആരാന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ആൻസറിൻ്റെ കൂടെ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. സെറ്റ് ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബോട്ട്സ് എല്ലാം തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? എന്ത് ബോക്സ് ആണ് തന്നിരിക്കുന്നത്? മാത്സ് ടെസ്റ്റ്. ഓക്കെ, മാത്സിൻ്റെ തന്നെ പരീക്ഷയാണേ. ഓക്കെ, ഈ ഒരു പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ ആ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 3 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്, അങ്ങനെ 10 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ. അവിടെ വരെയുള്ള ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ 2 മുതൽ 10 വരെയും മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. ഭാഗ്യം, ആർക്കും 0 ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ആരുമല്ല, നമ്മുടെ മീൻ, മാധ്യം തന്നെയാണ്. മീൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സം ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, തുക ഡിവൈഡഡ് ബൈ എൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടോട്ടൽ എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയല്ല, 2 കുട്ടികളുണ്ട്. ആൻഡ് ഇവിടെ 5 മാർക്ക് കിട്ടിയ
4 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ, ഒരു മാങ്ങയ്ക്ക് 10 രൂപയാണെങ്കിൽ 2 മാങ്ങയ്ക്ക് 10 × 2 ചെയ്യണം. അപ്പോൾ 20 എന്ന് വരും. ഓക്കെ, അപ്പോൾ 5 മാർക്ക് കിട്ടിയ ഒരാളല്ല 4 പേരുണ്ട്. അപ്പോൾ 5 മാർക്ക് 4 പേർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ 5 × 4 ദാറ്റ് ഈസ് 20 എന്ന് വരും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം, ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അവരെ തമ്മിൽ കൂട്ടുക. അതാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതാ ഇവിടെ ഓൾറെഡി കോപ്പീഡ് ആണ്. ഇനി നമ്മൾക്ക് അടുത്തൊരു കോളം കൂടി നമുക്ക് വേണം. ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി നമുക്ക് ഒന്ന് വരച്ചേക്കാം. യെസ്, ടോട്ടൽ മാർക്കാണ് നമ്മൾക്ക് വേണ്ടത്. യെസ്, സിമ്പിളാണ്. ഇതാ നോക്കാം, 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ 2 മാർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് 3 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 3 മാർക്കുണ്ട് അല്ലെ, ഒരാൾക്ക് 3 മാർക്കുണ്ട്, മറ്റാൾക്ക് 3 മാർക്കുണ്ട്. 3 + 3 6. ദാറ്റ് മീൻസ് 3 × 2 എത്രയാണ്, 6 വന്നു. ടോട്ടൽ അവിടെ 6 മാർക്ക് 2 കുട്ടികൾ കൂടി സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്തത് 4 × 5 20, 5 × 4 20, 6 × 6 36, 7 × 11 77, 8 × 10 എത്രയാണ്, 80, 9 × 4 36, 10 × 2 20. നല്ല രസമുണ്ടല്ലേ പാട്ട് പാടി അങ്ങ് പോകാനായിട്ട്. സിമ്പിളായി തന്നെ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ മാർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ടോട്ടലിലേക്ക് എത്തിയിട്ടില്ല. ഇത്ര കുട്ടികൾക്കാണ് അല്ലെ തന്നിരിക്കുന്ന കുട്ടികളുടെ ടോട്ടൽ മാർക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സം കണ്ടുപിടിക്കണം. സം അല്ലെ, ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അതിനെന്ത് ചെയ്യാം, ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു മാർക്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, കൂട്ടി നോക്കണം. ഡിവൈഡഡ് ബൈ ഈ മാർക്കുകളെല്ലാം കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളാണ്, ഈ കുട്ടികളുടെ എണ്ണവും എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായി തന്നെ ആൻസർ കിട്ടും, മീൻ കിട്ടും, മാധ്യം കിട്ടും. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 297 ആണ്. ആൻഡ് ഇവിടെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഇവിടെ തന്നിട്ടില്ല. ചില ക്വസ്റ്റ്യനിൽ ഓൾറെഡി തരും നമ്മൾക്ക് 45 കുട്ടികളുടെ മാർക്ക് തന്നിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്ത് 45 എന്ന് കണ്ടുപിടിച്ചു. ഇനി മീൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ. എന്താ ചെയ്യുക, 297 ഡിവൈഡഡ് ബൈ n. എന്ന് പറയുന്നത് എത്ര കുട്ടികളാണ്, 45 കുട്ടികളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 297 ഡിവൈഡഡ് ബൈ 45 എന്ന് പറയുന്നത് നമുക്ക് 6.6 എന്ന് നമുക്ക് ഉത്തരവും വരും. ഇതാണ് നമ്മളുടെ മീൻ. ഓക്കെ, അപ്പം മീൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായി തന്നെ നമുക്ക് സാധിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു മീനിനേക്കാൾ കുറവ് മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മീൻ എന്ന് പറയുന്നത് എത്രയാണ്, 6.6 ആണ്. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് വരാം. 6.6 എന്ന് പറയുമ്പോൾ ഈ 6 കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ, 6.6. അപ്പോൾ ഈ 6.6നേക്കാൾ കുറവ് മാർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 6 മാർക്ക്, 5 മാർക്ക്, 4, 3, 2 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടിയാൽ പോരെ. നോക്കാം, 6 മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട്, 5 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്, 4 മാർക്ക് കിട്ടിയ 5 കുട്ടികളുണ്ട്, 3 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്, ആൻഡ് 2 മാർക്ക് കിട്ടിയ 1 കുട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരെയും തമ്മിൽ കൂട്ടിയാൽ പോരെ. ഇവർക്ക് എല്ലാവർക്കും എന്താണ്, 6.6നേക്കാൾ കുറവ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, 1 + 2 + 5 + 4 + 6 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ്, 18 സ്റ്റുഡൻസ് എന്ന് കിട്ടും. ഓക്കെ, 18 കുട്ടികൾക്കാണ് 6.6 നമ്മുടെ മീനിനേക്കാൾ കുറവ് മാർക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതും സിമ്പിളാണ്. മീൻ മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടിയത്. ഓക്കെ, കിട്ടിയതും കുട്ടികളും കൂടി മിക്സായി പോയി. ഓക്കെ, അപ്പോൾ എന്താണ്, മീൻ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് വന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്. അപ്പോൾ നമുക്കത് കൂടി ഒന്ന് നോക്കിയേക്കാം. മീൻ എന്ന് പറയുന്നത് 6.6 ആണ്. 6.6 ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 7, 8, 9, 10. ഓക്കെ, ഇത്രയും മാർക്ക് വന്നിരിക്കുന്ന എത്ര കുട്ടികൾക്കാണ്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 11ഉം 10ഉം 4ഉം 2ഉം തമ്മിൽ കൂട്ടുക. എത്ര വന്നു, 27 സ്റ്റുഡൻസ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഒന്നില്ലെങ്കിൽ ഇവരെ തമ്മിൽ കൂട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ 45ൽ നിന്ന് ഈ 18 എന്ത് ചെയ്താൽ മതി,
കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യനും ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ, ഈ ഒരു ടേബിൾ തന്നെയാണ്, പക്ഷേ ആ ടേബിളിന് ചെറിയൊരു വ്യത്യാസം കൂടി വരുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കിയേക്കാം. അതെന്താണ് ക്വസ്റ്റ്യൻ അല്ലേ? മിസ് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞു. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ്? കുറച്ച് കുട്ടികളുടെ ഹൈറ്റ്, ഉയരം തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? 148നും 152നും ഉയരം വരുന്ന, ഹൈറ്റ് വരുന്ന 8 കുട്ടികളുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾക്ക് കൃത്യമായി പറഞ്ഞിരുന്നു 10 മാർക്ക് കിട്ടിയ കുട്ടികൾ ഇത്ര, 8 മാർക്ക് കിട്ടിയ കുട്ടികൾ ഇത്ര എന്ന് കൃത്യമായി തന്നിരുന്നു. ഇവിടെ പക്ഷേ കൃത്യതയില്ല. ഇവിടെ പറയുന്നത് ക്ലാസസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. 148നും 152നും ഇടയിൽ വരുന്ന കുട്ടികളുടെ എണ്ണമാണ് 2. ഓക്കെ, 148 വന്ന കുട്ടി 2 പേരാണ്, അങ്ങനെയല്ല തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ക്ലാസസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇവരുടെ എന്താണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് തമ്മിൽ ഇൻറ്റു ചെയ്താണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഒരാളെ കൂടി കണ്ടുപിടിക്കാനുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ, മീൻ കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. പക്ഷേ ക്ലാസസ് ആയതുകൊണ്ട് നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ മിഡ് വാല്യൂ. ഓക്കെ, മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. 148ൻ്റെയും 152ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യ. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താണ് 150 ഇവരുടെ ഇടയിൽ വരുന്ന സംഖ്യ, നടുക്ക് കിടക്കുന്ന ആൾ. ഓക്കെ, ഇനി പെട്ടെന്ന് നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇവനെ നമ്മൾ ലോവർ ലിമിറ്റ് എന്നും ഇവനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മിഡ് വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി കാണുമ്പോൾ തന്നെ 148നും 152നും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 150 ആർക്കും പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റാത്തത്, പെട്ടെന്ന് കിട്ടിയില്ല, പോയിൻ്റൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് അവരെ തമ്മിൽ ഗുണിക്കുക. ഓക്കെ ആണല്ലോ? ഗുണിക്കുകയല്ല, ഹരിക്കുക. ഓക്കെ, എന്താണ്? അവരെ തമ്മിൽ കൂട്ടിയിട്ട് അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിഡ് വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ? ഇവിടെ ഗുണനം ഹരണം ഒന്നും വേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഒന്നുകൂടി വരക്കുന്നുണ്ട്. അടുത്തൊരു കോളം നമ്മൾക്ക് വേണം. എന്താണ്? മിഡ് വാല്യൂ. മിഡ് വാല്യൂ. മിഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ നോക്കിയേക്കാം. 148നും 152നും ഇടയിൽ വരുന്ന ആരാണ്? 150. ഓക്കെ ആണല്ലോ? ഇനി അടുത്തതെന്ന് പറയുന്നത് 152നും 156നും ഇടയിൽ വരുന്ന ആരാണ്? വെരി സിമ്പിൾ, 154. സെറ്റാണല്ലോ? 154 ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞതുപോലെ 152 + 156 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോഴും 154 തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്? 158 ആൻഡ് 160നും 164നും ഇടയിൽ വരുന്നത് 162 ആൻഡ് അടുത്തത് 166. ഓക്കെ, ഇത് സിമ്പിളായി തന്നെ നമ്മൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും മിഡ് വാല്യൂസ്. ഇനി മിഡ് വാല്യൂ കിട്ടിയതാ നമ്മളുടെ ഫ്രീക്വൻസി ഇവിടെ ഉണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഹൈറ്റ്, ഇത്രയും കുട്ടികളുടെ ആകെ ഉയരം കണ്ടുപിടിക്കാനായി ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി, ഗുണിച്ചാൽ മതിയാവും. സിമ്പിളായി തന്നെ ആൻസർ കിട്ടും. ഈ ഒരു സ്റ്റെപ്പിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്തില്ലേടാ ഒരു ക്വസ്റ്റ്യൻ, അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വരും. അപ്പോൾ ഇവിടെ 8 × 150 1200 ആൻഡ് 10 × 154 1540 എന്ന് വരും. ആൻഡ് 15 × 158 2370. അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്? 10 × 162 1620 എന്ന് വന്നു. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 7 × 166 ദാറ്റ് ഈസ് 1162 എന്ന് വന്നു. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആൻസേഴ്സ് എല്ലാം നമുക്ക് ഈസിയായി തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി എല്ലാ ആളുകളുമായി ഇനി മീൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിളായി തന്നെ മീൻ അഥവാ മാധ്യം നമുക്ക് കണ്ടുപിടിക്കാം. മീൻ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n ആണ്. ഓക്കെ, ഈ സം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ എല്ലാവരെയും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടുക, ആഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇവിടെ എത്ര കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്? എത്ര കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്? 8 + 10 + 15 + 10 + 7 50 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സം ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ മീനും നമ്മൾക്ക് കിട്ടി. ഈ ഒരു ആൻസർ നമ്മളുടെ ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 7840
92 നമ്മൾക്ക് എന്ത് വരുന്നത്, ടോട്ടൽ ഹൈറ്റ്, ആകെ ഉയരം. എത്ര കുട്ടികളുടെ ആണ് തന്നിരിക്കുന്നത്, 50 കുട്ടികളുടെ ആകെ ഉയരം. ഓക്കെ, 50 കുട്ടികളുടെ എല്ലാവരുടെയും തമ്മിൽ എന്താണ് ഹൈറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7892 ആണ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ? എല്ലാ ആളുകളെയും കിട്ടി. നേരെ നമുക്ക് എന്തിലേക്ക് കൊടുക്കാം, ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ സം എന്ന് പറയുന്നത് 7892 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എത്രയാണ്, 50. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മീൻ ഹൈറ്റ് അഥവാ മാധ്യം എന്ന് പറയുന്നത് എത്രയാണ്, 157.84 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇതാണ് മീൻ. ഓക്കെ, മീൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, കഴിഞ്ഞു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അയ്യോ, ഇതൊരു പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് മിസ് പറഞ്ഞോട്ടെ. ഇത് വായിക്കാൻ അറിയാലോ അല്ലേ? പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 84 എന്ന് വായിക്കിയത് 84.84 0.25, അല്ലാതെ 25 അല്ലെങ്കിൽ 25 എന്ന് വായിക്കില്ല, 25. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടതാണ്. ചില കുട്ടികൾ ഇപ്പോഴും അതുപോലെ വായിക്കുന്നത് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാ പോയിന്റ് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, 157.84 ആണ് നമ്മൾക്ക് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മോഡലും 3 മോഡലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് 3 പേരെയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കാര്യം മറക്കണ്ട. സെക്കൻഡ് ക്വസ്റ്റ്യൻ നേരെ മൾട്ടിപ്പിൾ ചെയ്ത് ടോട്ടൽ കാണുക, ഡിവൈഡഡ് ബൈ n ചെയ്യുക. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്, ക്ലാസ്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ ഒരാളെ കണ്ടുപിടിക്കണം, മിഡ് വാല്യൂ. മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ മൾട്ടിപ്പിൾ ചെയ്യുക, സം കാണുക, നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, മീൻ കിട്ടി, മാധ്യം കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നന്നായി തന്നെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സി യു, താങ്ക് യു.